ഈ മാസം 30-ന് വിരമിക്കാനിരിക്കെയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബ് തൃശൂർ പൂരം അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ ADGP MR അജിത് കുമാറിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നതാണ് റിപ്പോർട്ട്. ADGPക്കെതിരെ യുക്തമായ നടപടി സർക്കാരിന് സ്വീകരിക്കാമെന്നും റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ MR അജിത് കുമാറിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. നിലവിൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന 6 അംഗ ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ MR അജിത് കുമാറും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ പട്ടിക UPSCയുടെ പരിഗണനയ്ക്ക് അടുത്ത ദിവസം എത്താനിരിക്കെയാണ് ADGPയെ കുറ്റപ്പെടുത്തിയുള്ള റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. ഷേഖ് ദർവേസ് സാഹിബ് വിരമിക്കുമ്പോൾ MR അജിത് കുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റവും ലഭിക്കേണ്ടതുണ്ട്. പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിന് തടസ്സമാകുമോ എന്ന വിഷയവും സജീവ ചർച്ചയാണ്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടപ്പോൾ ഇടപെടുന്നതിൽ ADGPക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് DGPയുടെ റിപ്പോർട്ട്. മന്ത്രി വിളിച്ചിട്ടും ഫോൺ എടുക്കാതിരുന്നതും ഗൗരവമായ കൃത്യവിലോപമാണ്. ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായാണ് ADGP തൃശൂരിലുണ്ടായിരുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത് ADGP സംഘപരിവാർ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പ്രതിപക്ഷം നേരത്തെ ആരോപിച്ചിരുന്നു. പോലീസ് മേധാവി തന്നെ ADGPയുടെ വീഴ്ച ചൂണ്ടിക്കാട്ടുമ്പോൾ സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ കഴിയുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ത്രിതല അന്വേഷണത്തിൽ ഇനി ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് കൂടി സമർപ്പിക്കാനുണ്ട്. പൂരം കലക്കിയതിലെ ഗൂഢാലോചനയാണ് ക്രൈംബ്രാഞ്ച് മേധാവി അന്വേഷിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.